ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മോൾ എവിടെ? അവക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തങ്കം, കൃഷ്ണയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങളൊരു പാർക്കിൽ ലോട്ടറി വിറ്റോണ്ടിരുന്നതാ. അപ്പൊ നവീൻ അവിടെ വന്നു. അപ്പൊ നവീൻ ആ പാർക്കിൽ വെച്ച് കൃഷ്ണയെ കണ്ടു. ഗാഥയാണെന്ന് കരുതി കൃഷ്ണയെ പിടിച്ച് വണ്ടി കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു. നിന്റെ അമ്മയെ എനിക്ക് കൈനീട്ടി അടിക്കാൻ പറ്റാത്തോണ്ടാ. പക്ഷെ നിന്നോടത് പറ്റും, മനസ്സിലായോ? അമ്മായി, ഈ മുറിന്ന് പുറത്തിറങ്ങി. ഇനി ഈ കാര്യത്തെ കുറിച്ച് അമ്മായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞാ എന്റെ രീതി വേറെ ആയിരിക്കും. നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നോ അതോ എന്നേക്കുമായി ഇവിടുന്ന് ഇറങ്ങുന്നോ? ഒരു കാര്യം എനിക്ക് വ്യക്തമായി അമ്മേ, ഈ കുടുംബത്തിനകത്ത് ആരും ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നുണ്ട്. നിർമ്മലയുടെ കണ്ണി പൊടിയിട്ട് ഒരുപാട് കാലം മുന്നോട്ട് പോകുന്ന ആരും കരുതണ്ട. നിർമ്മല കണ്ടുപിടിച്ചിരിക്കും. വാടി മോളെ. എന്നാൽ ഈ സമയത്തിനിടെ അവൾ എവിടെ പോയി ഒളിച്ചു? ഇവിടെ എവിടെ നോക്കാം. നീ വാ. ഗാഥ, ഐ ആം റിയലി സോറി. നമ്മൾ ഒരുമിച്ച് എത്ര നല്ല ദിവസമായിരുന്നു. അതിന്റെ അവസാനം ഇങ്ങനെയായി പോയതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. അവരെ കുറിച്ച് ഗാഥമോൾക്ക് അറിയാവുന്നതല്ലേ മോനെ? നീ മോളെയും കൂട്ടിപ്പോ. വരൂ ഗാഥ. മോളെ, മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം. ഞാനേ അകപ്പെട്ടു പോയതാ. അല്ല നവീൻ, എനിക്ക് തിരിച്ചു പോണായിരുന്നു. എങ്ങോട്ട്? അതിനെ ഞാൻ വിട്ടിട്ട് വേണ്ടേ? ഗാഥയെ പലവട്ടം ഞാൻ ഫോണിൽ വിളിച്ചു, ഫോൺ എടുത്തില്ല. ഇപ്പൊ നിനക്കൊരു കാര്യം ബോധ്യമായോ മോളെ? നവീനെയും നിന്നെയും ദൈവം കൂട്ടിച്ചേർത്തതാ. അതേ മോളെ, നിങ്ങളെ പിരിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. ഇപ്പോഴെങ്കിലും മുത്തശ്ശി പറയുന്നത് മോൾക്കനുസരിച്ചുകൂടെ? നവീൻ നിന്നെ സ്നേഹിക്കുന്നത് എത്ര ആഴത്തിലാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ മോളെ? മോളൊരു വാക്കു പറഞ്ഞാ മതി, ആ നിമിഷം നീ നവീന്റെ ഭാര്യയാ. വേണ്ട മുത്തശ്ശി, എന്റെ തീരുമാനത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല. മോളെ, മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം. ഗാഥയുടെ ജീവിതത്തിന് ഞാനായിട്ട് ഒരു കുഴപ്പമുണ്ടാക്കില്ല. അവളെക്കുറിച്ചുള്ള സത്യങ്ങൾ മുത്തശ്ശിയുടെ നാവിന്ന് അറിഞ്ഞതു മുതൽ ഇതെന്റെ തീരുമാനം. എന്നെ പോകാൻ അനുവദിക്കണം. ആരും കാണാതെ എനിക്കിവിടെ നിന്ന് ഇറങ്ങണം. കൃഷ്ണേ, ഒരു കാര്യം മുത്തശ്ശി മോളോട് ആവശ്യപ്പെട്ടോട്ടെ? എന്താ? ഇന്ന് ശിവരാത്രിയാ. നവീന്റെ നന്മയ്ക്ക് വേണ്ടി ഇന്നേ ദിവസം വ്രതം എടുക്കണമെന്നാ മുത്തശ്ശി ഗാഥയോട് പറഞ്ഞത്. പക്ഷേ അവളത് കേട്ടില്ല, വ്രതം തെറ്റിച്ചു. ഇന്നത്തെ ദിവസം നിർബന്ധിച്ചാലും ഗാഥ അത് ചെയ്യുവോന്നുള്ള പേടിയിലായിരുന്നു മുത്തശ്ശി. അപ്പോഴാ അവള് വ്രതവും കൂടി തെറ്റിച്ചത്. നവീന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ആ പൂജകൾ ചെയ്യാൻ മോക്ക് പറ്റുമോ? എന്താ മുത്തശ്ശി പറയുന്നേ? അവനൊരുപാട് ദോഷങ്ങളുണ്ട്. പൂജാരി പറഞ്ഞത് കേട്ടപ്പോ മുത്തശ്ശി വല്ലാതെ പേടിച്ചുപോയി. ഇതുകൂടി നടത്താൻ പറ്റിയില്ലെങ്കിൽ എന്റെ മോനൊരു പക്ഷേ കൈകൂപ്പി പ്രാർത്ഥിക്കാൻ ഇപ്പൊ ദൈവവും നീ മാത്രമേ ഉള്ളൂ. മുത്തശ്ശി വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. എന്താ മുത്തശ്ശി കാണിക്കുന്ന? നവീന്റെ നല്ലതിനു വേണ്ടിയല്ലേ? നീ മനസ്സറിഞ്ഞ് സ്നേഹിച്ചവനല്ലേ? അവന് ആയുസ് ഉണ്ടാവണമെന്ന് നിനക്കും ആഗ്രഹമില്ലേ? പറ മോളെ. എന്നാ ശരി, നവീന്റെ നന്മയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് എനിക്കിപ്പോ വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരുപാട് പൂജകളും വ്രതങ്ങളും ഒക്കെ ഞാൻ ചെയ്തതല്ലേ, ഇതുകൂടെ ചെയ്യാം. നന്ദിയുണ്ട് മോളെ.
മുത്തശ്ശിയുടെ വാക്ക് നീ കേട്ടല്ലോ. പക്ഷെ മുത്തശ്ശി, ഗാദി ഇവിടെ ഉള്ളപ്പോ ഞാൻ എങ്ങനെയാ? ദൈവം കൂടെ നിൽക്കും. മുത്തശ്ശിയുണ്ട് നിന്നോടൊപ്പം. മോള് തൽക്കാലം ഇവിടെ ഇരുന്നു. എന്റെ നാഗദൈവങ്ങളെ, എന്തൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നേ? നവീനൊരു ആപത്ത് വരുന്നത് എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് ഈ ചടങ്ങുകൾ കൂടി ചെയ്തു തീർക്കാൻ എനിക്ക് കൂട്ടു നിൽക്കണം. അവളെവിടെ? എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയോ? തങ്കം, കൃഷ്ണ കുറച്ച് കഴിയുമ്പോ വരും. എന്തു പറ്റി? ഗോപാലിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഗോപാല, കാര്യം എന്താന്ന് പറ. എന്റെ മോളെവിടെ? അവക്കെന്തേലും കുഴപ്പമുണ്ടോ? തങ്കം, കൃഷ്ണയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങളൊരു പാർക്കിൽ ലോട്ടറി വിറ്റോണ്ടിരുന്നതാ. അപ്പൊ നവീൻ അവിടെ വന്നു. അപ്പൊ നവീൻ ആ പാർക്കിൽ വെച്ച് കൃഷ്ണയെ കണ്ടു. ഗാഥയാണെന്ന് കരുതി കൃഷ്ണയെ പിടിച്ച് വണ്ടി കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു. ഗോപാലൻ എന്തിനാ അവളെ വിട്ടത്? അവളെ നോക്കുന്നുള്ള ധൈര്യത്തിലല്ലേ ഞാൻ പുറത്തു വിട്ടത്? അത് ഒരബദ്ധത്തിൽ അങ്ങനെ വന്നുപോയാ എനിക്കെങ്ങനെ തടുക്കാൻ പറ്റും? ഗാഥ എന്റെ ഭാര്യയല്ലേ. ഞാൻ അവളെ എവിടെ കൊണ്ടുപോയ തനിക്കെന്താ എന്ന് ചോദിച്ചാ? എന്തൊക്കെയാ പറയുന്നേ? അവക്കെങ്ങനെയാ അവന്റെ കൂടെ പോകാൻ പറ്റുക? എന്നിട്ട് എവിടേക്കാ അവര് പോയിരിക്കുന്നേ? ഞാൻ പിന്നെ വിളിച്ചില്ല. അത് നന്നായി. ഇത്രയ്ക്ക് ബോധമില്ലാണ്ടായാലോ ഗോപാല. ഞാനൊന്ന് വിളിക്കട്ടെ അവളെ. ഹലോ അമ്മേ. നീ എവിടെയാ മോളെ? നീ എന്തിനാ അവൻ വിളിച്ചപ്പോ അവന്റെ കാറിൽ കയറി പോയത്? ഞാൻ ഇഷ്ടണ്ടായിട്ട് കയറി പോയതാണോ? പിടിച്ചു പിടിയാലെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നതാ. എന്നിട്ടിപ്പോ നീ എവിടെയാ? ഇങ്ങോട്ട് വന്നൂടെ നിനക്ക്? അതമ്മേ, നവീന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോരാൻ വേണ്ടി ഞാൻ ഒരുപാട് നോക്കിയതാ. പക്ഷെ നവീൻ സമ്മതിച്ചില്ല. അവസാനം ഇപ്പതേ എന്നെ കൊണ്ട് കളരിക്കല് വന്ന് കേറി. അതിന് അവിടെ അവിടെ ഗാഥയില്ലേ? ആ ഉണ്ട്. അതൊക്കെ ഇവിടെ വലിയ പ്രശ്നമായി. എന്നിട്ടിപ്പോ ഒരു കുഴപ്പമില്ലാതെ ഞാനേ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്, നീ ഇനിയ ഭാഗത്തൊന്നും നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വന്നേ. പക്ഷെ ഒരു പ്രശ്നമുണ്ടമ്മേ.